നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ സെന്റർ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് പ്രഖ്യാപിച്ച അധ്യാപകൻ പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയവരുടെ വാക്കത്തോണും സംഗമവും സംഘടിപ്പിച്ചു. ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും DCC ഓഫീസിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് കെ കരുൺ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂർ സെന്റർ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി ഗ്രൗണ്ടിന് സമീപം നടത്തിയ പരിപാടിയിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ സനോജ് കാട്ടുകാരൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനു MR, ഫാദർ വർഗീസ് കുത്തൂർ, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറിഷ് പെരിഞ്ചേരി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജെറിഷ് പെരിഞ്ചേരി, അസിസ്റ്റന്റ് എഞ്ചിനീയർ വീണ PS തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പാതകളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒല്ലൂർ റോഡ് പുനരുദ്ധാരണം ചെയ്യുന്നത്. പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പെരുന്നാളിന് ഇടയിൽ പണി ആരംഭിച്ചാൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടില്ല. കാരണം 4 കൽവർട്ട് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കാനുണ്ട്. നമുക്കൊരു താൽക്കാലിക സംവിധാനം പോരാ, സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ 7 മാസക്കാലമാണ് ഇതിന് കരാറുകാരന് കൊടുക്കുന്നത്. അന്താരാഷ്ട്ര ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചവരുടെ വാക്കത്തോണും സംഗമവും സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ 2022 ഏപ്രിൽ 20 മുതൽ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ച് നാളിതുവരെ 4100 കേസുകൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഹൃദയ ദിനമായ ഇന്ന് രാവിലെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച രോഗികളും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരും കാർഡിയോളജി വിഭാഗം ജീവനക്കാരും സംയുക്തമായി ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന ഈ വർഷത്തെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാക്കത്തോണാണ് സംഘടിപ്പിച്ചത്. രാവിലെ 7:30 തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിനെ മേയർ MK വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാക്കത്തോണിന് ശേഷം കോർപ്പറേഷൻ ജനറൽ ആശുപത്രി സംഘടിപ്പിച്ച ഹൃദയ ശസ്ത്രക്രിയ നടത്തിയവരുടെ സംഗമത്തിൽ വെച്ച് 4100 കേസുകൾ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ വിവേക്, കാർഡിയോളജി വിഭാഗത്തെയും മേയർ MK വർഗീസ് ആദരിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ജനറൽ ആശുപത്രി RMO ഡോക്ടർ നോബൽ, നഴ്സ് സൂപ്രണ്ട്, ആശുപത്രി ജീവനക്കാർ, ശസ്ത്രക്രിയ നടത്തിയ രോഗികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശസ്ത്രക്രിയ നടത്തിയ രോഗികൾ സംഗമത്തിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ യുവമോർച്ച നേതാവിനെതിരെ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമംഗലം സ്കൂളിലെ മലയാളം അധ്യാപകനായ പ്രിന്റു മഹാദേവിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം മാർച്ച് തടഞ്ഞത് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു. ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വട്ടേരിയാട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പേരാമംഗലം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി, മണ്ഡലം പ്രസിഡന്റുമാരായ PV ബിജു, KG സതീശൻ, കോൺഗ്രസ് നേതാക്കളായ സുരേഷ് അവണൂർ, ബാബു നീലങ്കാവിൽ, രവി ചിറ്റിലപ്പള്ളി, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രമോഷ് TC, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാക്കളായ IR മണികണ്ഠൻ, ഹരീഷ് VG, ബ്ലോക്ക് ഭാരവാഹികളായ PG മോഹനൻ, CM ലോറൻസ്, NR വേണുഗോപാൽ, സതീശൻ മുള്ളൂർ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി.
ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒക്ടോബർ 4-ന് 2 മണിക്ക് ഹെൽത്ത് കെയർ മിഷണറി അവാർഡും ഡോക്ടർ എഡ്വിൻ വാല സ്മാരക പ്രഭാഷണവും നടത്തുമെന്ന് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷം വഹിക്കും. ലോക പ്രശസ്ത വാഗ്മിയായ ശശി തരൂരിന്റെ പ്രഭാഷണമുണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ബെന്നി ജോസഫ് നീലങ്കാവിൽ, ഫാദർ സിൻഡോ കാരേപ്പറമ്പിൽ, ഡോക്ടർ PR വർഗീസ്, ഡിയോൺ ബെന്നി തുടങ്ങിയവരും പങ്കെടുത്തു. മണ്ണത്തി മുല്ലക്കരയിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിവേട്ട. 40.057 ഗ്രാം MDMA-യുമായി 2 പേരാണ് പിടിയിലായത്. തിങ്കളാഴ്ച വെളുപ്പിന് 2 മണിയോടെയാണ് സംഭവം. ഒല്ലുക്കര പെരുമായൻ വീട്ടിൽ സിൻഡു ആന്റണി, മുടിക്കോട് താഴത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷഫീർ എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിയ രാസലഹരിയുമായി പിടികൂടിയത്. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്നതാണ് ഈ രാസലഹരിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ N സുദർശനകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KK വത്സൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ VS സുരേഷ് കുമാർ, AT ഷാജു, അഫ്സൽ, സിവിൽ എക്സൈസ് ഓഫീസർ CJ റിജോ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് സഹായോപകരണങ്ങൾ വിതരണം ചെയ്തത്. 22 പേർക്ക് ഭിന്നശേഷി സഹായോപകരണങ്ങളും 71 പേർക്ക് വയോജന സഹായോപകരണങ്ങളും വിതരണം ചെയ്തു. ICDS സൂപ്പർവൈസർ ജീനു ലാസർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൃദയദിനത്തിൽ ചിരി വ്യായാമവുമായി വിദ്യാർത്ഥികൾ. തൈക്കാട് അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ചിരി വ്യായാമത്തിന്റെ വേദിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ജിതമോൾ P പുല്ലേലി അധ്യക്ഷത വഹിച്ച യോഗം 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ ഹൃദയ ആരോഗ്യത്തിന് ചിരി വ്യായാമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഉദാഹരണ സഹിതം മേജർ ക്ലാസ് നയിച്ചു. അധ്യാപകരായ ജോസഫ് ലിജോൺ, സിന്ധു IS, ഷീജ NV തുടങ്ങിയവർ പ്രസംഗിച്ചു. NSS വോളണ്ടിയർമാരായ അനന്തകൃഷ്ണൻ, ആർഷ രാജൻ, അക്ഷയ, നിരഞ്ജൻ തുടങ്ങിയവർ ഹൃദയദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സെമിനാറിന്റെ സമാപനത്തിൽ ചിരി വ്യായാമ പരിശീലനവും നടന്നു. വരും ദിവസങ്ങളിൽ ഇടവേള സമയങ്ങളിൽ ചിരി വ്യായാമം സംഘടിപ്പിക്കുമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ ഷീജ M അറിയിച്ചു. വിദ്യാലയത്തിലെ NSS യൂണിറ്റിന്റെ അതിജീവനം പദ്ധതിയുടെ ഭാഗമായാണ് ഹൃദയദിനം സംഘടിപ്പിച്ചത്. ജവഹർ ബാൽ മഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും DCC ഓഫീസിൽ ജവഹർ ബാൽ മഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് K. കരുൺ ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യയുടെ വരും തലമുറയെ ലഹരിമുക്ത ജനതയാക്കി മാറ്റുവാനും പൗരബോധമുള്ള യുവാക്കളെ വാർത്തെടുക്കുവാനും ജവഹർ ബാൽമഞ്ചിനെ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ഗിരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോർഡിനേറ്റർമാരായ MM അബൂബക്കർ, ഷോബി ഫ്രാൻസിസ്, സുസ്മിത് കരുൺ, ജോൺ നിതിൻ തോമസ്, PH മുഹമ്മദ് റഷീദ്, സന്ദീപ് സഹദേവൻ, വറീദ് ചിറ്റിലപ്പള്ളി, സജീവൻ നടത്തറ തുടങ്ങിയവർ സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റു. ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻമാർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. MM അബൂബക്കർ സ്വാഗതവും ഷോബി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. അതിനുള്ളിൽ ജവഹർ ബാൽമഞ്ചിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നാളെ വരുന്ന പുതുതലമുറ വളരെ ന്യായമായ രീതിയിൽ നല്ല കുട്ടികൾ, നമ്മളിപ്പോൾ നേരത്തെ കുട്ടികൾ എത്ര പേരുണ്ട്, അവിടെ ഒരാൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന ആഗ്രഹമുള്ളവരാണ് നമ്മൾ രക്ഷാകർത്താക്കളെല്ലാം. ഒരു സംശയം അതിന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ഈ കുട്ടികളെ നമ്മൾ രാഷ്ട്രീയപരമായി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. രാഷ്ട്രം എന്താണെന്ന് പഠിപ്പിക്കുന്നു, ഇന്ത്യ എന്താണെന്ന് പഠിപ്പിക്കുന്നു. ഇന്ത്യയെ പറ്റി പഠിപ്പിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ 1947 ഓഗസ്റ്റ് 15 നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ പഠനം കഴിയുമ്പോൾ ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾക്ക് ആർക്കും വേറെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് പഠിക്കാം എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്ത് കഴിഞ്ഞ 18 വർഷത്തോളമായി ജവഹർ ബാലജനവേദി എന്ന പേരിൽ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഈ പ്രസ്ഥാനം കൊണ്ടുവന്നത് കേരളത്തിലാണ്. അദ്ദേഹം കൊണ്ടുവന്ന് കഴിഞ്ഞ 4 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അറിയുകയും അദ്ദേഹം ഈ പ്രസ്ഥാനം എന്താണെന്നുള്ളത് പഠിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് അത് ഓൾ ഇന്ത്യ ബേസിൽ ജവഹർ ബാൽമഞ്ച് എന്നുള്ള ഹിന്ദി പേര്, അതുകൊണ്ടാണ് ജവഹർ ബാൽമഞ്ച്, ജവഹർ ബാലജനവേദി പോയിട്ട് ജവഹർ ബാൽമഞ്ച് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒട്ടാകെ 20 സംസ്ഥാനങ്ങളിൽ ഇന്ന് ജവഹർ ബാൽമഞ്ച്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിരുന്നു ഇതിൻ്റെ നാഷണൽ ക്യാമ്പ് ജയ്പൂരിൽ നടന്നിരുന്നത്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. ഞാൻ ജില്ലാ ചെയർമാനും ഞങ്ങൾ മുതിർന്നവർ 7 പേര് പങ്കെടുത്തു. 15 കുട്ടികളെയാണ് സെലക്ട് ചെയ്ത് കേരളത്തിൽ നാഗോളം കുട്ടികൾ. 17 വയസ്സുള്ള 15 കുട്ടികൾ, പെൺകുട്ടികളും 9 പേരുണ്ട്. 6 ആൺകുട്ടികളും കൂടിയിട്ടാണ് ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തത്. എല്ലാവരെയും ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനും ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള അഭിപ്രായം. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ലോക സമാധാനത്തിനായി ആൽഫ് പാലിയേറ്റീവ് കെയർ ശാന്തിയാത്ര ഒക്ടോബർ 2 നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വരാജ് റൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ശാന്തിയാത്രയിൽ 600 സന്നദ്ധ ഭടന്മാർ പങ്കെടുക്കും. 11 മണിക്ക് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ രക്ഷാധികാരികളായി സത്യൻ അന്തിക്കാട്, VP നന്ദകുമാർ തുടങ്ങിയവർ പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനത്തിൽ KM നൂറുദ്ദീൻ, ഇന്ദിര ശിവരാമൻ, KA ഖദീജ B, VJ തോംസൺ, തോമസ് തോലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ പേരാറ്റുപുറം കൃഷ്ണൻ നമ്പൂതിരി, ചിറക്കേക്കാട് ഇളങ്ങല്ലൂർ മന സദാനന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. താണിക്കുടം ദേവസ്വം ഓഫീസർ സുരേഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഗോപിനാഥൻ ഇന്ദിവരം, ക്ഷേത്രസമിതി സെക്രട്ടറി ബിജു അലക്കപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മണികണ്ഠൻ പാർപ്പുറത്ത് അവതരിപ്പിച്ച ഭക്തി പ്രഭാഷണം ഉണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഭാവിയിലൊക്കെ ഈ നാമം, പേര് എന്നുള്ളത് പോയിട്ട് നമ്പറുകളാവും. അങ്ങനെയാണ് അങ്ങനെ ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞിനോട് പറയാണ്, കുഞ്ഞെ നിനക്ക് പേരൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കൃതം ഹി തൽ കൽപ്പനയാ അധുനൈവ, ഇപ്പൊ തന്നെ അത് ഇട്ടിട്ട് എഴുതുക പേര്. അത് നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട്. നിന്റെ സ്വരൂപം എന്താ? പഞ്ചാത്മകം ദേഹം ഇതന്നത്തെ അസ്ഥി. ഈ ജനിച്ചിരിക്കുന്ന ഈ ദേഹം ഉണ്ടല്ലോ, ഈ പഞ്ചാത്മകാണത്. പഞ്ചഭൂതങ്ങൾ 5 കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയാണതാണ്. AP തോമസ് മാസ്റ്റർ സ്മാരക ഗുരു മാനസ പുരസ്കാരം TT സൈജന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. ഒക്ടോബർ 5 തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ തയ്യൂർ, PA ബഷീർ, പ്രകാശൻ മട്ടന്നൂർ, P അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. KCYM പൊങ്ങണങ്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് തൃശൂർ അതിരൂപത KCYM ഡയറക്ടർ റവറന്റ് ഫാദർ സാജൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊങ്ങണങ്കാട് ഇടവക വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അൻലർലാൽ സ്വാഗതവും ബ്രദർ നിതിൻ വെള്ളറ ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു. പരിപാടികൾക്ക് KCYM പ്രസിഡന്റ് സെബിൻ, കൺവീനർമാരായ ജോയ്സൺ ഗോൾഡൻ തുടങ്ങിയവരും KCYM പ്രവർത്തകരും നേതൃത്വം നൽകി. അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇടവകയിലെ 45 സ്ത്രീകൾ കേശം ദാനം ചെയ്തു.
സാധിച്ചത്. അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതാൻ. കാരണം നമ്മുടെ KC സുഹൃത്തുക്കള് പലരെയും അന്വേഷിച്ച് ഉറപ്പ് പറഞ്ഞ IPS ഓഫീസറൊക്കെ ഒഴിഞ്ഞു മാറി. എനിക്ക് തോന്നുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതാണെന്ന് തോന്നണം. വിളിച്ചു. എനിക്ക് വളരെ സന്തോഷത്തോടും കൂടെ വന്നു. പ്രോഗ്രാം അനുബന്ധിച്ചപ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ ഹെയർ ഡൊണേഷൻ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി. പക്ഷേ സൗജന്യ മെഡിക്കൽ ക്യാമ്പൊക്കെ മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം. പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട്? നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം. പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ കൊണ്ടു. ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. പുത്തൻചിറ പാലത്തിന് സമീപത്തു നിന്നും സ്കൂട്ടർ മോഷണം ചെയ്തുകൊണ്ടുപോയ 2 പ്രതികൾ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ റിമാൻഡിലേക്ക്. മോഷണം ചെയ്ത സ്കൂട്ടർ കണ്ടെടുത്തു. പുത്തൻചിറ പള്ളിക്ക് സമീപമുള്ള പാലത്തിന് സമീപത്തു നിന്നും പുത്തൻചിറ പറയത്ത് ദേശത്ത് അഞ്ചേരി വീട്ടിൽ ജോണി എന്നയാളുടെ 55,000 രൂപ വില വരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിൽ 2 പ്രതികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വടമ കുന്നത്തുങ്കാട് ദേശത്ത് അഴിക്കോട്ടുകാരൻ വീട്ടിൽ രാഹുൽ, പുത്തൻചിറ കോവിലത്തുകുന്ന് ദേശത്ത് അടയാനിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫസൽ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 46 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൊലപാതക കേസിലെ പ്രതിയായ ഒരു കൂട്ടാളിയും റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ മണിക്കൂറുകൾക്കകമാണ് പിടികൂടിയത്. വാടാനിപ്പള്ളി അഞ്ചങ്ങാടി സ്വദേശി രായംമരക്കാർ വീട്ടിൽ സജീർ എന്നയാൾ ഓടിച്ചു വന്ന കാറിന് മുന്നിലൂടെ പ്രതിയായ ഹരീഷ് അശ്രദ്ധമായി ക്രോസ് ചെയ്തത് കാർ റോഡരികിൽ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ സജീർ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ സജീറിനെ ഹരീഷ് ഷട്ടറിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നും
ഹരീഷിന്റെ കൂട്ടാളികളായ പ്രതികൾ കയ്യിൽ വാൾ പോലുള്ള ആയുധങ്ങളുമായി പ്രതികൾ ആയുധം വെച്ച് കഴുത്തിലേക്ക് വെട്ടിയത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുന്നതിനും സജീർ കുതറിയോടി പ്രതികളായ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ കാട്ടൂർ കാട്ടുകടവ് സ്വദേശി നന്ദനത്ത് പറമ്പിൽ വീട്ടിൽ ഹരീഷ്, എറണാകുളം മുളംതുരുത്തി സ്വദേശി എളിയാട്ടിൽ വീട്ടിൽ ജിത്തു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ഒല്ലൂർ സെന്റർ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് പ്രഖ്യാപിച്ച അധ്യാപകൻ പിന്റു മഹാദേവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയവരുടെ മോക്കത്തോണും സംഗമവും സംഘടിപ്പിച്ചു. ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും DCC ഓഫീസിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് കെ കരുൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.